വിൻസ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ അടുത്ത വീഡിയോകൾ ഒന്നുപോലും മിസ് ചെയ്യാതിരിക്കാൻ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ചുവന്ന പശുവും ലോകാവസാന പ്രവചനങ്ങളും ഒരു വിശദമായ വിശകലനം. യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാമിക മതവിശ്വാസങ്ങളിലും പ്രവചനങ്ങളിലും ഒരേപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് യെരുശലേമിലെ ജെറുസലം മൂന്നാം ദേവാലയത്തിന്റെ പുനർനിർമ്മാണവും അതിനുവേണ്ടിയുള്ള ചുവന്ന പശുവിന്റെ റെഡ് ഹെയ്ഫർ കണ്ടെത്തലും. ലോകാവസാനത്തോട് എൻഡ് ടൈംസ് ബന്ധപ്പെട്ട സംഭവവികാസങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 1. എന്താണ് ചുവന്ന പശുവിന്റെ പ്രാധാന്യം? പഴയ നിയമത്തിലെ ടോറ ബൈബിൾ കണക്കുകൾ പ്രകാരം പുരാതന യെരുശലേം ദേവാലയത്തിൽ അനുഷ്ഠാനപരമായ ശുദ്ധീകരണ കർമ്മങ്ങൾക്ക് ചുവന്ന പശുവിന്റെ ചാരം അത്യന്താപേക്ഷിതമാണ്. ശവസംസ്കാരങ്ങളിൽ പങ്കെടുത്തോ മറ്റോ അശുദ്ധരായവരെ ശുദ്ധീകരിക്കാൻ ഈ പശുവിന്റെ ചാരം വെള്ളത്തിൽ കലർത്തി തളിക്കണമെന്നാണ് വിശ്വാസം. എന്നാൽ റോമാക്കാർ AD 70 രണ്ടാം ദേവാലയം തകർത്തു കളഞ്ഞതിനുശേഷം ഇന്നുവരെ അത്തരത്തിലുള്ള ഒരു ശുദ്ധീകരണ കർമ്മം നടന്നിട്ടില്ല. കാരണം ആവശ്യമായ നിബന്ധനകൾ പാലിക്കുന്ന ഒരു ചുവന്ന പശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2. പശുവിനുള്ള കർശനമായ നിയമങ്ങൾ. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഈ പശുവിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അത് പൂർണ്ണമായും ചുവന്ന നിറത്തിലുള്ളതായിരിക്കണം. അതിന്റെ ശരീരത്തിൽ മറ്റു നിറത്തിലുള്ള കറുപ്പോ വെളുപ്പോ പോലുള്ള ചെറിയ രോമങ്ങൾ പോലും ഉണ്ടാകാൻ പാടില്ല. ഇതുവരെ നുകം ചുമക്കുകയോ ജോലി ചെയ്യുകയോ ഗർഭം ധരിക്കുകയോ ചെയ്യാത്ത പൂർണ്ണ ആരോഗ്യവതിയായ പശുവായിരിക്കണം. 3. ലോകാവസാനവും മൂന്നാം ദേവാലയവുമായി ഇതിനുള്ള ബന്ധമെന്തുകൊണ്ട്? യഹൂദ മതത്തിലെയും ചില ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങളുടെയും വിശ്വാസപ്രകാരം ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ട് മൂന്നാം ദേവാലയം തേർഡ് ടെമ്പിൾ പുനർനിർമ്മിക്കപ്പെടണം. ഈ ദേവാലയം പണിത് വീണ്ടും ആരാധനകൾ ആരംഭിക്കണമെങ്കിൽ ചുവന്ന പശുവിന്റെ ചാരം ഉപയോഗിച്ചുള്ള ശുദ്ധിവരുത്തൽ ചടങ്ങ് നടക്കണം. ഈ ദേവാലയം പണിയുന്നതും അവിടെ ആരാധന പുനരാരംഭിക്കുന്നതും ലോകാവസാനത്തിന് തൊട്ടുസമ്പുള്ള അന്ത്യകാല സംഭവങ്ങളുടെ എൻഡ് ടൈംസ് ഭാഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസപ്രകാരം യേശുവിന്റെ രണ്ടാം വരവിനും സെക്കൻഡ് കമ്മിങ്, യഹൂദ വിശ്വാസപ്രകാരം മശിഹായുടെ മെസ്സയ വരവിനും മുന്നോടിയായുള്ള അടയാളങ്ങളായാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള മാധ്യമങ്ങളും വിശ്വാസികളും ഈ പശുവിനെക്കുറിച്ചുള്ള വാർത്തകളെ അതിയായ ഗൗരവത്തോടെ കാണുന്നത്. ഇത്തരം കാരണങ്ങളാൽ ചുവന്ന പശുവിന്റെ വരവ് എന്നത് വെറുമൊരു മൃഗത്തെ സംബന്ധിച്ച കാര്യമല്ല, മറിച്ച് ലോകരാഷ്ട്രീയത്തെയും മതപരമായ പ്രവചനങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന വലിയൊരു അന്ത്യകാല ചർച്ചാവിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും വലിയ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും പ്രചോദനകരവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിൻസ് യൂണിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വരാനിരിക്കുന്ന എല്ലാ വീഡിയോകളെക്കുറിച്ചും കൃത്യമായി അറിയാൻ ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ വളരാനും കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാനും സഹായിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കുക, പ്രചോദിതരായിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.